ജപ്പാനിലെ മൗണ്ട് ഫുജിയുടെ അടിവാരത്ത് ഒരു കാടുണ്ട്. അവിടെ പക്ഷികൾ പാടില്ല, കാറ്റുപോലും ചിലപ്പോൾ നിശബ്ദമാകും. ആ കാടിന്റെ പേര് ഔക്കി ഗഹാര എന്നാണ്. ഔക്കി ഗഹാര. പക്ഷെ ഈ കാടിനെ ലോകം അറിയുന്നത് മറ്റൊരു പേരിലാണ്, സൂയിസൈഡ് ഫോറസ്റ്റ്. അതെ, കേട്ടത് ശരിയാണ്, സൂയിസൈഡ് ഫോറസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഈ കാടിന് അങ്ങനെ ഒരു പേര് കിട്ടിയത്? അതിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, പുറത്തുനിന്ന് നോക്കിയാൽ ഏതൊരു വ്യക്തിക്കും മനോഹരമായ ഒരു സാധാരണ കാട് പോലെ തന്നെ ഇതും തോന്നും. പക്ഷേ അകത്ത് കയറിയാൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, GPS പ്രവർത്തിക്കില്ല, കോമ്പസ് പോലും കുഴയ്ക്കും അല്ലെങ്കിൽ കുഴങ്ങും. അതുപോലെ നമ്മളെന്ന് വട്ടം ചുറ്റിക്കുന്ന രീതിയിലാണ് ഈ കാടിന്റെ പ്രകൃതി എന്ന് പറയുന്നത്. കാരണം ഈ കാട് നിലകൊള്ളുന്നത് വോൾക്കാനിക് ലാവ റോക്കിന്റെ മുകളിലാണ്. മനസ്സിലായോ? വോൾക്കാനിക് ലാവ കൊണ്ട് ഉണ്ടായിട്ടുള്ള റോക്ക് ഫോർമേഷന്റെ മുകളിലായിട്ടാണ് ഈ കാട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാട്ടിനുള്ളിൽ അകപ്പെട്ടാൽ നിങ്ങൾ വഴി തെറ്റിയെന്ന് മനസ്സിലാക്കുന്നത് പോലും വളരെ വൈകിയാവും. ഇവിടെ ഒരു പ്രചാരമുണ്ട്, ആക്കിഗോഹാരയിൽ കയറിയാൽ കാട് തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെടുക്കുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ എവിടേക്ക് പോകും, നിങ്ങൾ തിരിച്ചു പോണോ വേണ്ടയോ, ജീവനോടെ ഉണ്ടാവണോ വേണ്ടയോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഈ കാട് തന്നെയാണെന്നാണ് ഇവിടെയുള്ളവരുടെ ഒരു വിശ്വാസം. ഈ കാടുമായി ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇനി നമുക്ക് നോക്കാം. ഓരോ വർഷവും 100 കണക്കിന് ആളുകൾ ഈ കാട്ടിൽ കയറി പോകുന്നുണ്ട്. പലരും തിരികെ പോലും വരുന്നില്ല. അപ്പൊ നിങ്ങൾ ഓർക്കും ഇത്രയും ഡേഞ്ചറസ് ആയിട്ടും ആൾക്കാർ എന്തുകൊണ്ടാണ് പോകുന്നത്? അറിയാലോ, തലതെറിച്ച മനുഷ്യർ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ സെർച്ച് ടീംസ്, അതായത് ഇവിടെ കാട്ടിൽ ആൾക്കാർ പോകുന്നതും മിസ്സിംഗ് ആവുന്നതും മരണപ്പെടുന്നതൊന്നും പുതിയൊരു കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സെർച്ച് ടീംസ് അവിടെ ഉണ്ട്, അതോറിറ്റീസ് ഉണ്ട്. അവർ ഈ ആളുകളുടെ പുറകെ പോകാറും തപ്പാറും ഒക്കെ ഉണ്ട്. റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ സെർച്ച് ടീംസ് പറയുന്നത് മരങ്ങളിൽ കെട്ടിയിരിക്കുന്ന കയറുകൾ, പൊടിയിൽ മറഞ്ഞിരിക്കുന്ന ഷൂസ്, പകുതി എഴുതി അവസാനിപ്പിച്ച മരണക്കുറിപ്പുകൾ, ചിലപ്പോൾ ഒരു ശരീരം കണ്ടാൽ, അതായത് ഒരു മൃതശരീരം കണ്ടാൽ അവിടെ അടുത്ത് മറ്റൊന്നുണ്ടാകുമോ എന്നുള്ളൊരു പേടി പോലും ആൾക്കാർക്കുണ്ട്. കാരണം ഒന്നിലധികം ബോഡികൾ അവിടെ ഉണ്ടാകും. ഒരു ബോഡിയൊന്നുമല്ല, ഒരുപാട് പേര് അവിടെ പോയി മരണപ്പെടാറുണ്ട്. എല്ലാവരും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും ഡെൻസ് ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ് ഈ ഒരു കാടെന്ന് പറയുന്നത്. ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ചില മൃതദേഹങ്ങൾ മാസങ്ങളോളം ആരും കണ്ടെത്താതെ അവിടെ തന്നെ ഉണ്ടാവും. ഭയാനകമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാട് ശബ്ദങ്ങളെ വളരെ നന്നായിട്ട് ഒളിപ്പിക്കും. അതിനുള്ള ഒരു കഴിവ് ഈ കാടിനുണ്ട്. നമ്മളൊന്ന് അലറി കരഞ്ഞാൽ പോലും ആരും കേൾക്കാനാണ്, ആ രീതിയിൽ ആരും കേൾക്കാത്ത രീതിയിൽ തന്നെ ഈ കാട് ആ ശബ്ദത്തെ ഉള്ളിൽ അടക്കി പിടിക്കും. അങ്ങനെയുള്ളൊരു കാടാണ് ആക്കിഗോഹാര ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ഒരു സൈക്കോളജിക്കൽ ഹൊറർ എന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാട്ടിനുള്ളിൽ പലരും പറയുന്ന കുറച്ച് അനുഭവങ്ങളുണ്ട്. ആരോ എന്നെ വിളിക്കുന്ന പോലെ തോന്നി, പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന പോലെ തോന്നുന്നു, പിറകിൽ നിന്ന് കാൽവയ്പിന്റെ സൗണ്ട് അല്ലെങ്കിൽ കാലൊച്ചകൾ കേൾക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഭീതി അല്ലെങ്കിൽ പ്രതീതി തോന്നുന്നു, ആരോ കൂടെയുണ്ട്, ആരോ പുറകിലുണ്ട് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നു എന്നൊക്കെയാണ് ആൾക്കാർ, റെസ്ക്യൂ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സർവൈവ് ചെയ്ത ആളുകൾ പറയപ്പെടുന്നത്. ഇവ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ മനസ്സിന്റെ വെറും തോന്നൽ മാത്രമാണോ? അറിയില്ല. വേണ്ട എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സ് തന്നെ പറയുകയാണ് നീ തിരിച്ചു പോവണ്ട എന്ന് മനസ്സ് പോലും പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ വേണമെന്ന് വെച്ചാൽ പോലും ആ കാട്ടിനുള്ളിൽ നിന്ന് തിരിച്ചിറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ സെർച്ച് ടീംസ് പോലും അവർ പോലും ഒറ്റയ്ക്ക് ആ കാട്ടിലേക്ക് കയറാറില്ല. ഒരാളുടെ തുണയോടുകൂടി മാത്രമേ ആ കാട്ടിലേക്ക് കയറുകയുള്ളൂ. കാരണം എൻ്റെ മനസ്സ് മാറിയാൽ പോലും കൂടെയുള്ള ഒരു വ്യക്തിക്ക് എന്നെ സേഫായിട്ട് പുറത്തേക്ക് എത്തിക്കാൻ കഴിയണം. ആ രീതിയിലാണ് അവിടുത്തെ ഒരു സിസ്റ്റം. ആ കാട്ടിലേക്ക് കയറുന്ന കവാടത്തിന് മുന്നിലായിട്ട് തന്നെ ഒരു സൈൻ ബോർഡുണ്ട്, ഒരു വാർണിംഗ് ബോർഡുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ജീവിതം അത് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ചിന്തിക്കുക. ഈ കാട്ടിലേക്ക് കയറുന്ന ഏതൊരു വ്യക്തിയും ഈ വാർണിംഗ് ബോർഡ്, ഈ സൈൻ കണ്ടതിന് ശേഷമായിരിക്കും അകത്തേക്ക് കയറുന്നത് തന്നെ. പക്ഷെ ആ ബോർഡ് കടന്നാൽ പിന്നെ മനസ്സിൽ ഇരുട്ടാണ്. ഇന്നും ഔക്കിഗോഹാര ഫോറസ്റ്റ് അവിടെ തന്നെയുണ്ട്, നിശബ്ദമായി, ഒരുപാട് പച്ചപ്പോടെ. എന്നാൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ അവസാന ഓർമ്മകളും വേദനകളും വികാര വിചാരങ്ങളും അടക്കം ചെയ്യപ്പെട്ട ആ മണ്ണ് ഇന്നും അതേപോലെ അവിടെ തന്നെയുണ്ട്. ചില സ്ഥലങ്ങൾ അങ്ങനെയാണ്, വളരെ ദുരൂഹമാണ്, ഭൂമിയിലെ നരകങ്ങളാണ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതിനും അപ്പുറമാണ്.